സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നവർ കാണുന്നുണ്ടെങ്കിലും ഉച്ചഭക്ഷണം കൊണ്ടുപോകാനായിട്ട് ഒരു കറിയും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിവിടെ പപ്പടോ അല്ലെങ്കിൽ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയുള്ള ഒരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവോളം കടുക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പില, ഒരു വറ്റൽമുളക് 3 മുറിച്ചിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എരിവുള്ള 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട, ഒരു 75% മാത്രം കുക്കായിട്ട് കിട്ടിയാൽ മതി. ഈ ഒരു പരുവം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയൊരു തക്കാളിയുടെ പകുതി ഭാഗം മാത്രം എടുത്താൽ മതി. ഒരുപാട് തക്കാളി നമുക്കിതിലേക്ക് ആവശ്യമില്ല. ചെറിയൊരു തക്കാളിയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു 1.5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് വഴറ്റി കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 വെണ്ടക്ക 4 കീറിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. വട്ടത്തിലല്ല, ഇതേപോലെ 4 കീറിയിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഒരു 6 വെണ്ടയ്ക്കാണ് കേട്ടോ, വലിയ 6 വെണ്ടയ്ക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തു. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആദ്യം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. ഞാനിവിടെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെയാണ് ഇത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കിത് നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വച്ചിട്ട് ഒരു 1/2 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ തന്നെ അങ്ങ് വെച്ചേക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതേപോലെ ഒരു 4-5 തവണ ഞാനിവിടെ തുറന്ന് വെച്ചിട്ടാണ് ഇതേപോലെ ആണ് കുക്ക് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാതെ ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് ചുരുങ്ങി വരണം. ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പച്ചമുളക് നല്ല എരിവുള്ളതായിരുന്നു, അതുകൊണ്ടാണ് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെണ്ടക്ക തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജയ അരിയുടെ ചോറാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ബസ്മതി റൈസോ അല്ലെങ്കിൽ പൊന്നി അരിയോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ജയ അരിയാണ് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചോറൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 2-2.5 മിനിറ്റോളം ഈ ചോറും നമ്മുടെ ഈ ഒരു വെണ്ടയ്ക്കയുടെ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കുക. തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ഇതേപോലെ തന്നെ അനക്കാതെ വെച്ചേക്കാം കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇതേപോലെ ഞാൻ വെച്ചിട്ടുള്ളത്. ഒരു 1/2 മിനിറ്റ് നേരം ഇതേപോലെ അനക്കാതെ വെച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ചോറ് നന്നായിട്ട് ചൂടായിട്ട് കിട്ടണം. അപ്പോൾ ചൂടോടുകൂടിയുള്ള ചോറാണെങ്കിൽ ഇത്രയും നേരം വെക്കണമെന്നില്ല. ഒരു 1/2 മിനിറ്റ് നേരത്തേക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ചങ്ങ് മാറ്റി വെച്ചേക്കാം. ഇതിപ്പോൾ ചോറ് തണുത്ത് പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ചൂടാറിപ്പോയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ നന്നായിട്ട് ഈ ഒരു ചോറ് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വെണ്ടയ്ക്ക് ഇഷ്ടമില്ലാത്ത പിള്ളേരാണെങ്കിൽ കൂടി ഈ ഒരു ചോറ് കഴിച്ചോളും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത്. ഇതാകുമ്പോൾ നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല.
ഒരു പപ്പടോ അല്ലെങ്കിൽ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി അതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടക്ക സാദം അല്ലെങ്കിൽ വെണ്ടക്ക ചോറ് എന്നൊക്കെ പറയുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും, ഉറപ്പാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനും നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ബൈ.